മഴയുടെ ദുരിതം പേറുക തന്നെയാണ് കേരളത്തിലും അതുപോലെ അയൽ സംസ്ഥാനങ്ങളിലും. 4 ദിവസത്തിന് മുൻപ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലാണ് അർജുൻ കുടുങ്ങിയത്. ലോറി തൊഴിലാളിയാണ്. അപ്പം അർജുനൊപ്പം 15 പേരാണ് മണ്ണിടിയിലുള്ളതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. 7 പേരുടെ മൃതദേഹം പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തെരച്ചിലിനായി നാവികസേനയുടെ സംഘവും പ്രദേശത്ത് എത്തി. 40 പേരെയാണ് രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് അർജുൻ്റെ കുടുംബം പരാതിപ്പെട്ടത്. കാരണം അവിടെയൊക്കെ റിപ്പോർട്ടും ന്യൂസും പോലീസിലും എല്ലാം ഉണ്ട്. പക്ഷെ അവിടുത്തെ റെസ്ക്യൂ സംവിധാനം ഭയങ്കര ഇതാണ്. അവിടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയന്മാരൊക്കെ അവിടെ ഉണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഒരു സ്പേസ് നോക്കി ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വരെ അവൻ്റെ വണ്ടി എഞ്ചിൻ ഓൺ ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. അവരും പറയുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ അവൻ ഉണ്ടെങ്കിൽ, കാരണം വണ്ടിക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ എവിടെയൊന്നും ഉണ്ട്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. GPS ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് മൂടി കിടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം ഇവർ അവിടെയുള്ള ആളുകളടുത്ത് പറഞ്ഞിട്ട് ഇതുവരെ ആ ഒരു സ്ഥലത്തെ മണ്ണ് നീക്കാൻ ആരും തന്നെ ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, മണിക്കൂറുകളായി അർജുൻ വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കർണാടകയിലെ ശിരൂരിൽ തുടങ്ങിയിട്ട് ഇടയ്ക്ക് മഴ വലിയ വില്ലനായിട്ടുണ്ടായിരുന്നു, തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന്. ഇപ്പോൾ 1 മണിക്കൂറിന് മുൻപ് വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുൻ്റെ വീടിന് മുന്നിലാണ്. അർജുൻ്റെ വീടും നാട്ടുകാരും ഒക്കെ തന്നെയും അർജുൻ്റെ വരവിനായി വളരെയധികം ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കണ്ടതാണ്. അർജുൻ്റെ വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള വലിയൊരു രീതിയിലുള്ള രൂക്ഷമായ പരാമർശമൊക്കെ തന്നെയാണ് കുടുംബം അറിയിച്ചിരുന്നത്. മാത്രമല്ല അല്പം മുൻപ് ഒരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത്, അല്പം മുൻപ് സഹോദരി ഭർത്താവ് ജിവിൻ ഫോണിൽ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്ന് ലഭ്യമായ വിവരം അനുസരിച്ച് നാവികസേനാ സംഘം സ്ഥലത്തെത്തിയെന്നൊരു വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 8 അംഗ നാവികസേന മുങ്ങൽ വിദഗ്ധരാണ് ശിരൂരിലെത്തിയത്. കൂടാതെ തന്നെ കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർമിയുടെ നേതൃത്വത്തിൽ 4 അംഗ സംഘം ശിരൂരിലേക്ക് എത്തുന്നു എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും വലിയൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ഈ 15-ാം തീയതി വൈകുന്നേരം വരെ അർജുൻ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. 16-ാം തീയതിയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. രാവിലെ വരെ ഫോൺ റിങ് ചെയ്തിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തുടർന്ന് ഈ 16-ാം തീയതി തന്നെ ഇവർ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ മിസ്സിംഗ് കേസ് കൊടുത്തിരുന്നു എന്നൊരു വിവരമാണ് സഹോദരി കുറച്ചു മുൻപ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് അന്വേഷിക്കാം എന്നൊരു വിവരം പറഞ്ഞിരുന്നുവെന്നും പിന്നീട് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണവും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു, എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നാവികസേനാ സംഘം സ്ഥലത്തെത്തി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അർജുന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അത്യാധുനിക സംവിധാനമുള്ള വാഹനമാണ് അർജുൻ ഉപയോഗിച്ചിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ തന്നെയും കാണിക്കുന്നത് ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് തന്നെയാണ് ലൊക്കേഷൻ ഇപ്പോൾ കാണിച്ചിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഈ മണ്ണ് നീക്കം ചെയ്ത് മണ്ണിനടിയിലുള്ള ആളുകളെ, അതായത് ഈ GPS ലൊക്കേഷൻ ഉപയോഗിച്ച് ഈ മണ്ണിനടിയിലുള്ള ആളുകളെ പുറത്തെടുക്കുവാനുള്ള സംവിധാനം നടത്തുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം, ഇവിടുത്തെ നാട്ടുകാർ. അർജുന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും കാര്യക്ഷമമായ പ്രവർത്തനം തന്നെയാണ് കർണാടകയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് വലിയൊരു രീതിയിൽ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ അല്പം മുമ്പ് കാസർഗോഡ് കളക്ടർ K ഇമ്പശേഖറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഉള്ളത്. വലിയൊരു മഴയാണ് ഈ പ്രദേശത്ത് നടക്കുന്നത്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് വീണ്ടും മണ്ണിടിച്ചിൽ. ഇപ്പോൾ ഡോക്ടർ പത്മകുമാർ കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പത്മകുമാർ, താങ്കൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു ഈ കാസർഗോഡ് കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുൻ അടക്കം 15 പേരാണ് അകപ്പെട്ടിരിക്കുന്നത്. തിരച്ചിലൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഊർജിതമായ ശ്രമം തന്നെയാണ് നടക്കുന്നത്. അപ്പോഴും അറിയാൻ കഴിയുന്നത് 4 ദിവസമായി അർജുൻ ആ മണ്ണിനടിയിൽ പെട്ടിട്ട് എന്നാണ്.
എന്തായിരിക്കാം ഇനി? വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ കേരളം ഒന്നാകെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു സാങ്കേതികമായ ഒരു വശം, ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ലോറിയിലാണ് ഈ അർജുൻ പോയത്. അപ്പോൾ ഈ ലോറിയുടെ ഉടമ അടക്കം പറയുന്നുണ്ട് അതുകൊണ്ട് പരിക്കുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ്. അപ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ടത് 4 ദിവസമായി ഈ മണ്ണിനടിയിലാണ് ലോറി ഉള്ളതെന്നാണ്. ഇത് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ വൈദ്യശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ. കാരണം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള വായു, ഭക്ഷണം, ജലം, ഇത് മൂന്നും മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ്. ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രാണവായു എന്ന് പറയുന്ന ഓക്സിജൻ തന്നെയാണ്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ഒരു 2-3 മിനിറ്റ് പോലും നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്സിജന്റെ ഒരു സാധ്യത. ഓക്സിജൻ അവിടെ എത്തിക്കാനുള്ള ഈ അപകടം ഉണ്ടായപ്പോൾ ഓക്സിജൻ ഇയാൾക്ക് കൊടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഓക്സിജൻ ലഭിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ കുഴൽക്കിണറിലും മറ്റും അകപ്പെടുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് ഓക്സിജൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഈ അപകടത്തിൽപ്പെട്ടവർ സർവൈവ് ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാതെ നമുക്കൊരു 3-4 മിനിറ്റിൽ കൂടുതൽ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ മസ്തിഷ്കത്തെയും അതോടൊപ്പം തന്നെ തുടർന്ന് മറ്റ് ആന്തരാവയവങ്ങളുടെ എല്ലാം പ്രവർത്തനത്തെ ബാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞു എങ്കിൽ പോലും ഒരു പക്ഷേ ഈ മറിഞ്ഞു കിടന്ന് മണ്ണിനടിയിലായെങ്കിൽ പോലും അത്ഭുതകരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജന്റെ അളവ് നിലനിർത്താനുള്ള ഒരു സാധ്യത നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. മറ്റൊന്ന് നമുക്ക് വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ ലഭ്യതയാണ്. ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം നമുക്ക് ജലം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തിന്, വൃക്കകളുടെയും കരളിന്റെയും തലച്ചോറിന്റെ എല്ലാം പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. ഒരു 3 ദിവസത്തിൽ കൂടുതലൊക്കെ നമുക്ക് വെള്ളം ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ, ജലാംശം ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. വൃക്കകൾക്ക് തകരാറുണ്ടാകും, വൃക്ക സ്തംഭനം ഉണ്ടാകാം, കരളിന്റെയും തലച്ചോറിന്റെയും മറ്റും പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാം. ഇത് ഈ വ്യക്തിയെ ഗുരുതരാവസ്ഥയിലെത്തിക്കും. ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഓക്സിജൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് വെള്ളത്തിന്റെ ജലലഭ്യത. അത് എന്തെങ്കിലും ഈ ക്യാബിനകത്ത് തന്നെ ഉണ്ടായിരുന്നോ, ഈ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ, ഈ ആളിന് കുടിക്കാൻ സാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കൂടി ആസ്പദമാക്കിയായിരിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുന്നത്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഏതായാലും ഒരു ശുഭ പ്രതീക്ഷ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാനും താങ്കളും അതുപോലെ തന്നെ ഈ നാടൊന്നാകെ പ്രാർത്ഥിക്കുന്നത്. അതിലേക്ക് എത്തുവാനുള്ള ചാൻസ് അത് എത്രത്തോളം ഉണ്ടാകും? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇക്കാര്യത്തിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത്. ശുഭപ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അവസാന നിമിഷം വരെ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലുകൾ ധാരാളം നമ്മൾ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചെങ്കിൽ പോലും ഇത് വ്യക്തി ആരോഗ്യവാനാണ്, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ സർവൈവ് ചെയ്യാനുള്ള നല്ല ഒരു കഴിവുണ്ടാകണം. അതുതന്നെ ഒരുപക്ഷെ ഈ ഞാൻ പറഞ്ഞ ഈ കാലയളവൊക്കെ അതിനെ മറികടന്നും ജീവൻ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് പോസിറ്റീവായിട്ട് പ്രതീക്ഷ ഉണർത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹം ചെറുപ്പമാണ്, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ഇങ്ങനെയുള്ള ഒരു ക്രൈസിസിനെ സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ഈ വ്യക്തിയുടെ അടിസ്ഥാന ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതിവിടെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യക്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ എം പത്മകുമാർ പ്രതികരിച്ചതിൽ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. ഒരു അപകടം പോലും പറ്റാതെ അർജുൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ദസ്നയിലേക്ക് പോവുകയാണ്. ദസ്ന, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ
പിന്നെയും മഴ പെയ്യുന്നത് അത് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുന്നത്. നാവികസേനയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാവികസേന അവിടെ എത്തിയിട്ടുണ്ടോ? തുടർന്നുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അങ്ങനെ കർണാടകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ്? ഇതിനെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നാവികസേനാ സംഘം സ്ഥലത്തെത്തി അവിടെ തിരച്ചിൽ നടത്തുന്നു എന്നൊരു അപ്ഡേഷൻ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സമീപത്തുള്ള പുഴയിലും വാഹനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘം സ്ഥലത്ത് ഉടൻ എത്തുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ കാസർഗോഡ് നിന്ന് കുറേയേറെ ദൂരെ സഞ്ചരിക്കുവാനുണ്ട് എന്നതാണ് മറ്റൊരു പ്രതിസന്ധിയായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള ഏകോപനം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുന്റെ വീട്ടിലാണ്. അർജുന്റെ ഒരു പശ്ചാത്തലം നേരത്തെ നമ്മൾ അർജുന്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് +2 പഠനത്തിന് ശേഷം ഇത്തരത്തിൽ വീടിന്റെ എല്ലാ പ്രാരാബ്ധവും ഏറ്റെടുത്ത് മുന്നോട്ട് പോയി എനിക്കിനി പഠിക്കണ്ട, ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അർജുൻ. ഇത്തരത്തിൽ ആദ്യം പെയിന്റിംഗ് പണിക്ക് പോയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ വലിയ വാഹനങ്ങളിൽ ഡ്രൈവറായി പോവാൻ തുടങ്ങിയത് എന്നാണ് അർജുന്റെ അച്ഛൻ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത്. അർജുന്റെ വരുമാനം തന്നെയാണ് ഈ കുടുംബത്തിന്റെ അർജുൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അച്ഛന് സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അർജുന്റെ വരുമാനമാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. 2.5 വർഷമായി അർജുന്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബവും നാടും ഒക്കെ തന്നെയും വളരെയധികം പ്രതീക്ഷകളോടെയാണ് അർജുനെ കാത്ത് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പം മുൻപ് അദ്ദേഹം ഫോണിൽ വിളിച്ച് നമുക്ക് നൽകിയ വിവരമനുസരിച്ച് സേനാംഗങ്ങൾ അവിടെ ഊർജിതമായി തിരച്ചിൽ നടത്തുകയാണ്. എന്നാലും കുടുംബം പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് പ്രവർത്തനം കാര്യക്ഷമമായി നടത്തുവാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് കുടുംബം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞ സമയം തന്നെ, അതായത് 16-ാം തീയതി ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞ സമയം തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയുണ്ടായി. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന കാര്യവും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. രജനി, എന്തായാലും വലിയൊരു ആരോപണം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വൈകാരികമായ ഒരു ആരോപണം തന്നെയാണ് അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഭാരം എന്ന് പറയുന്നത് അർജുൻ്റെ തലയിലാണ്. ആ അർജുനാണ് ഇപ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്നത്. എന്തായാലും ആ ജീവന് വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ തന്നെ അതിവേഗം പുരോഗമിക്കുന്നു.